അപ്പം ഇന്ന് ഞങ്ങള് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോ കേരള കർണാടക ബോർഡറിലാണുള്ളത്. ഞങ്ങൾ വി ആർ ജസ്റ്റ് എൻറ്ററിങ് ടു കർണാടക. അപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മുടെ കേരള ബോർഡർ കഴിഞ്ഞ് കർണാടകത്തിലോട്ട് കയറുമ്പം കണ്ടോ, ടോൾ റോഡ് ആരംഭിക്കുകയായി. 4 വരി പാതയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. ഗോവ സംസ്ഥാനം തുടങ്ങുന്നത് വരെ ഇവിടെ നിന്ന് അങ്ങോട്ട് 4 വരി പാതയാണ്. അതില് ഇടയ്ക്ക് കുറെ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കുന്താപുര വരെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള സ്ഥലത്ത് വീണ്ടും കുറച്ച് ഭാഗത്ത് പണികളൊക്കെ നടക്കുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട്, ചിലത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല റോഡാണ്. ഇനിയിപ്പം കുറെ കാര്യങ്ങൾ, കുറെ സ്ഥലങ്ങൾ ഇനിയിപ്പം ഞങ്ങൾ കേരളം വിട്ടിട്ട് ഇപ്പൊ ഇനി ഞങ്ങൾ കർണാടകം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആരംഭിക്കാൻ പോകുന്നു. അപ്പൊ ഇനി കർണാടകത്തിലെ കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ ഉള്ളത് കാപ്പു ബീച്ചിലാണ്. കർണാടകത്തിലെ നമ്മൾ ഉടുപ്പിക്ക് പോകുന്ന വഴിക്ക്, മംഗലാപുരത്തും കഴിഞ്ഞിട്ട് ഉടുപ്പിക്ക് പോകുന്ന വഴിക്ക്, ഉടുപ്പിക്ക് ഒരു 15 കിലോമീറ്റേഴ്സ് മുന്നെയാണ് കാപ്പു ബീച്ച് വരുന്നത്. അപ്പോൾ ഈ കാപ്പു ബീച്ചിൻ്റെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ധാരാളം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ്. വാട്ടർ സ്പോർട്സ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിവിടെ ഇത് മോട്ടോർ ബൈക്ക് ഉണ്ട്. അതായത് ബീച്ചിൽ നമുക്ക് തീരത്ത് കൂടി നമുക്ക് മോട്ടോർ ബൈക്ക് ഉണ്ട്. അത് ബീച്ച് ബൈക്കാണത്, അത് യൂസ് ചെയ്യാം. പിന്നെ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന ഒരു ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ്. നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. ഇവിടെ ഈ പാറക്കെട്ടുകൾക്ക് മുകളിൽ ലൈറ്റ് ഹൗസ് നിൽക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. കാപ്പു ബീച്ചിൻ്റെ ടോപ്പിലുള്ള ഇതുണ്ടല്ലോ, ലൈറ്റ് ഹൗസ്. വെരി ബ്രില്യൻറ്റ്. ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ്. നിങ്ങൾക്ക് കാണാം, അങ്ങോട്ട് നോക്ക്. ഇവിടെ നല്ല ബീച്ചിൻ്റെ ഒരു നല്ലൊരു വ്യൂ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ദൂരെ ഇവിടെ നോക്ക്, നല്ല കാറ്റാണ്. വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് ധാരാളം സ്ഥലമുണ്ട് മുമ്പിൽ. 20 രൂപ അല്ല 20 രൂപ കൊടുത്ത് കാർ അവിടെ മുമ്പിൽ പാർക്ക് ചെയ്യാം. അല്ലെ എന്താ വണ്ടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി നടന്ന് കയറി വന്നാൽ ബീച്ചായി. ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബീച്ച്. ഓരോ ബീച്ചുകളും വ്യത്യസ്തമാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് നമ്മൾ പോകുമ്പോഴുണ്ടല്ലോ, ഓരോ ബീച്ചുകളും വ്യത്യസ്തമാണ്. നമുക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. എത്ര തവണ ബീച്ചിൽ പോയി, ഏതൊക്കെ ബീച്ചിൽ പോയാലും നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നില്ല. അതാണ് ഈ കർണാടകത്തിലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഗോവയിലാണെങ്കിലും ബീച്ചുകളുടെ പ്രത്യേകത. വളരെ 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 അടിപൊളിയായിട്ടുള്ള എത്ര ബീച്ചുകളുണ്ടെന്നറിയാം. ഉദ്യാവർ ബീച്ച് എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ മാൽപേ ബീച്ചിനും പിന്നെ കാപ്പു ബീച്ചിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഹൈവേ കൂടെ പോവാതെ ബീച്ചിന്റെ സൈഡിൽ കൂടെ റോഡുണ്ട്, ആ റോഡിൽ കൂടെ പോവാണ്.
തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് അവിടെ തിരിച്ച് ക്യാമറ തിരിച്ച് കടലാണ് കാണുന്നത്, ഫുള്ള് കടലാണ് കാണുന്നത്. ആ കടലില് ഇപ്പുറത്തെ ഒരു കായലും ഉണ്ട്. ഇങ്ങനെ നോക്ക്, ഫ്രണ്ടിൽ നോക്ക്, എന്ത് ഭംഗിയുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഒരു 15 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഈ ഭാഗത്തു നിന്നാണ് ഇവിടെ കടലും നമ്മൾ ആ കരയുടെ അപ്പുറത്ത് കടലും പിന്നെ അതിന്റെ ഈ കാണുന്ന കായലിന്റെ ഇപ്പുറത്താണ് മെയിൻലാൻഡ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കടലിന്റെ ഇപ്പൊ ഇത് ക്രോസ് ചെയ്ത്, കര ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ മെയിൻലാൻഡിലോട്ടാണ് പോകുന്നത്. ഈ പാലം ക്രോസ് ചെയ്തിട്ട് ഇത് പുതിയതായിട്ട് പടുന്ന പാലമാണ് പോകുന്നത്. ക്രോസ് ചെയ്തിട്ട് മെയിൻലാൻഡിലോട്ടാണ് പോകുന്നത്. പോയിട്ട് നമ്മൾ ചെല്ലുന്നത് 40 രൂപ. ഇവിടെ ധാരാളം കപ്പലുകൾ കാണാം. എനിക്ക് തോന്നുന്നു ഇത് കപ്പല് പൊളിച്ചു പണിയുന്ന അല്ലെങ്കിൽ കപ്പലിന്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ധാരാളം കപ്പലുകൾ ഇവിടെ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്ന കാണാം. ടോപ്പ് ബീച്ചിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ടെക് ട്രാവലീറ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കിടിലൻ യാത്രാ വീഡിയോസ് പച്ച മലയാളത്തിൽ ഞാൻ കൊണ്ടുവരുന്നതാണ്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ഒരു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും. അപ്പം വീണ്ടും സന്ധിക്കും വരെ ബൈ.